ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പം നമ്മൾ നോക്കാൻ പോകുന്ന കേറ്റ TVS എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെ EVSന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ വരെയായി എന്ന് നമുക്കൊന്ന് നോക്കാം. എപ്പോഴും ചോദിക്കാറുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള K1 EVS ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ടോപ്പിക്സ് ഒക്കെ എപ്പോഴും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടോപ്പിക്സ് നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വെക്കുക, ഈ ഭാഗം നന്നായി പഠിക്കുക. ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ പഠനം നല്ല രീതിയിൽ പോകുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും കേറ്റിട്ട് എത്ര എളുപ്പത്തിൽ എഴുതിയെടുക്കാൻ സാധിക്കട്ടെ. അധ്യാപകരാകാൻ നടക്കുന്ന എല്ലാവർക്കും വേണ്ട ഒരു പ്രധാനപ്പെട്ട യോഗ്യതയാണ് കേറ്ററ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്ര എളുപ്പത്തിൽ എത്തട്ടെ. അപ്പം നമുക്ക് എക്സാംസിന് വേണ്ടിയിട്ട് ഒന്ന് തയ്യാറെടുക്കാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണെന്നുള്ളതാണ്. ജലവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എപ്പോഴും EVS എക്സാംസിൽ കാണാറുണ്ട്. കേറ്ററ്റ് 1-ലും 2-ലും കാണാറുണ്ട്. 1-നേക്കാളും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആയിരിക്കും 2-ൽ വരിക. അപ്പം ജലം എന്ന് പറയുന്നത് കേറ്ററ്റ് 1 and 2-ൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ്. അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണ് എന്നാണ്. അമോണിയ, കാൽസ്യം ഫോസ്ഫേറ്റ്, സോഡിയം ബൈകാർബണേറ്റ്, കാൽസ്യം ബൈകാർബണേറ്റ്, ഇതിൽ ഏതാണ് എന്നാണ്. അപ്പോൾ ഏതാണ് എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് ജലത്തിൽ 2 തരം കാഠിന്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. എന്താണ്? സ്ഥിര കാഠിന്യമുണ്ട്, പിന്നെന്താണ്? താൽക്കാലിക കാഠിന്യമുണ്ട്. താൽക്കാലിക കാഠിന്യവും ഉണ്ട് അല്ലേ. സ്ഥിര കാഠിന്യവും താൽക്കാലിക കാഠിന്യവും, ഇങ്ങനെ 2 തരം കാഠിന്യങ്ങൾ ജലത്തിനുണ്ട്. അതിൽ ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണമായിട്ടുള്ളവർ ആരാണെന്നും താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ളവർ ആരാണെന്നും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു ഏതാണെന്നാണ്. ഇവിടെ അമോണിയ അല്ല. കാൽസ്യം ഫോസ്ഫേറ്റ് ആണോ? അല്ല. സോഡിയം ബൈകാർബണേറ്റ് ആണോ? അല്ല. കാൽസ്യം ബൈകാർബണേറ്റ്, അതാണ് നമ്മുടെ ശരിയായ ഉത്തരം. എല്ലാവർക്കും കിട്ടിക്കാണും അല്ലെ. നമുക്ക് ആ സ്ഥിര കാഠിന്യവും താൽക്കാലിക കാഠിന്യവും ഉണ്ടാക്കുന്നവര് ആരൊക്കെയാണ് എന്നൊന്ന് പഠിച്ചിട്ട് പോകാം. ഓക്കെ, എന്തൊക്കെയാണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമായിട്ടുള്ളത്? എന്തൊക്കെയാണ്? കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും എന്താണ്? ബൈകാർബണേറ്റുകളാണ് അല്ലെ. ബൈകാർബണേറ്റുകളാണ് എന്തുണ്ടാക്കുന്നത്? താൽക്കാലിക കാഠിന്യം ഉണ്ടാക്കുന്നത്. കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്? താൽക്കാലിക കാഠിന്യം ഉണ്ടാക്കുന്നത്. എന്നാൽ സ്ഥിര കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകളും പിന്നെന്താണ്? സൾഫൈഡ്സും അല്ലേ. സൾഫേറ്റ്സുമാണ്. അപ്പൊ ക്ലോറൈഡ്സും സൾഫേറ്റ്സുമാണ് സ്ഥിര കാഠിന്യം, അതായത് പെർമനന്റ് ഹാർഡ്നെസ്സിന് കാരണം. അപ്പൊ ജലത്തിന് 2 തരം കാഠിന്യങ്ങൾ വരുന്നുണ്ട്. സ്ഥിര കാഠിന്യവും വരുന്നുണ്ട്, താൽക്കാലിക കാഠിന്യവും വരുന്നുണ്ട്. ക്ലിയർ അല്ലേ? അതില് സ്ഥിര കാഠിന്യത്തിന് കാരണം കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ്. എന്നാൽ താൽക്കാലിക കാഠിന്യം ടെമ്പററി ഹാർഡ്നെസ്സിന് കാരണം കാൽഷ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും ബൈകാർബണേറ്റുകളാണ്. അപ്പൊ ഉത്തരം എന്താണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ കാൽസ്യം ബൈകാർബണേറ്റ് ആണ് താൽക്കാലിക കാഠിന്യത്തിന് കാരണമായ രാസവസ്തു. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം ജലം പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കേറ്ററ്റ് എക്സാംസിൽ ജലത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അത് K1-ലായാലും K2-ലായാലും ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും ജലം സിലബസിൽ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോകണം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പദാർത്ഥത്തിലെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിന്റെ അളവാണ്? ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിന്റെ അളവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗതികോർജം, സ്ഥിതികോർജം, രാസോർജം, താപോർജം. ഏത് ഊർജത്തിന്റെ അളവാണ് എന്ത്? താപനില. ഒരു പദാർത്ഥത്തിലെ താപനില എന്നത് അതിലെ എന്ത് ഊർജത്തിന്റെ അളവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗതികോർജം, സ്ഥിതികോർജം, രാസോർജം, താപോർജം. ഇതിലേതാണ് എന്ന് ആലോചിച്ച് നോക്കൂ. താപനില എന്ന് പറയുന്നത് എന്താണ്? ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി
ഗതികോർജത്തിന്റെ അളവാണ്. അപ്പൊ ഗതികോർജത്തിന്റെ അളവിനെയാണ്, ഗതികോർജം എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി. അപ്പൊ കൈനറ്റിക് എനർജിയുടെ അളവാണ് താപനില എന്നത്. അപ്പൊ ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിന്റെ അളവാണ്. ക്ലിയർ അല്ലേ? അപ്പൊ താപനില എന്നത് ഗതികോർജത്തിന്റെ അളവാണ്. പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവിലും ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഊർജങ്ങളെ കുറിച്ചിട്ട് അല്ലെ, ഗതികോർജം, അതുപോലെ തന്നെ ഗതികോർജം കൈനറ്റിക് എനർജിയാണ്. അത് നമുക്കറിയാം ½ mv² ആണ് അല്ലെ. അപ്പൊ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം ഒക്കെ പറയുന്നത് ഗതികോർജവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പ്രവേഗം കൂടുമ്പോൾ ഗതികോർജം, അങ്ങനെയൊക്കെ അല്ലെ, അതൊക്കെ ഗതികോർജവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ സ്ഥിതികോർജത്തിന് എന്താ നമ്മൾ പറയാ? പൊട്ടൻഷ്യൽ എനർജി mgh. പൊട്ടൻഷ്യൽ എനർജിയിൽ എച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. എച്ച് ഹൈറ്റ് അനുസരിച്ചിട്ടാണ് പൊട്ടൻഷ്യൽ സ്ഥിതികോർജത്തെ നമ്മൾ പറയുന്നത്. പിന്നെ നമുക്കറിയാം എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ സ്പ്രിങ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വില്ല് അമ്പൊക്കെ ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന അവസ്ഥയിലൊക്കെ അല്ലെ, എന്തെങ്കിലും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്ന അവസ്ഥ, വലിച്ചു പിടിക്കുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ അത് സ്ഥിതികോർജമായിട്ടാണ് എടുക്കുന്നത്. കെട്ടിക്കിടക്കുന്ന വെള്ളം, ഉയരത്തിലെ അവസ്ഥ, കെട്ടിക്കിടക്കുന്ന വെള്ളം, ഇവിടെയൊക്കെ എന്താണ്? ഉയരം വരുന്നിടത്തൊക്കെ എന്താണ്? അതുപോലെ സ്ട്രെച്ചഡ് കാര്യങ്ങളിലൊക്കെ അവിടെയൊക്കെ നമ്മൾ എന്താണ്? നമ്മൾ സ്ഥിതികോർജമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതൊരു സ്ട്രെച്ചിന് വലിച്ചു പിടിക്കുന്ന അവസ്ഥയൊക്കെ സ്ഥിതികോർജം, പൊട്ടൻഷ്യൽ എനർജിയിൽ എച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എച്ചാണ് അവിടുത്തെ ആള്. മറ്റടുത്ത് വെലോസിറ്റി, കൈനറ്റിക് എനർജിയിൽ വെലോസിറ്റി അഥവാ പ്രവേഗവുമാണ് അവിടെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഇതുപോലെയുള്ള ഊർജം എന്ന് പറയുന്നത് എപ്പോഴും പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂവില് ഇമ്പോർട്ടന്റ് ആണ്. ഊർജത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്ഥിതികോർജം ഗതികോർജവും പറഞ്ഞത് കൊണ്ട് മാത്രം ഇത് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജം എന്ന് പറയുന്നത് എന്തെങ്കിലും വസ്തു ചലിക്കുമ്പോൾ ഉണ്ടാകുന്നതാണെന്ന് നമുക്കറിയാം. അതേസമയത്ത് സ്ഥിതികോർജം എന്ന് പറയുന്നത് ഉയരത്തിലിരിക്കുന്ന വസ്തുക്കളിൽ, വലിച്ചു പിടിച്ച വസ്തുക്കളിലൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിന്റെ ഇക്വേഷൻസ് അത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പൊ സ്ഥിതികോർജത്തിൽ എച്ചിനാണ് പ്രാധാന്യം, ഉയരം ഹൈറ്റിനാണ് പ്രാധാന്യം. അതേസമയത്ത് ഗതികോർജത്തില് പ്രവേഗം വെലോസിറ്റിക്കാണ് പ്രാധാന്യം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുക. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയാണെന്നൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എന്ന് പറയുന്നത് എന്തായിരിക്കും? തറയിലിരിക്കുന്ന വസ്തു എന്ന് പറയുമ്പോൾ അതിന് ഹൈറ്റ് ഇല്ല, എച്ച് ഇല്ല അല്ലേ, എച്ച് 0. അപ്പൊ അതിന്റെ സ്ഥിതികോർജം എന്താണ്? സ്ഥിതികോർജം 0. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൂടാതെ ഊർജത്തെ കുറിച്ചിട്ട് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക് അല്ലെ. അപ്പൊ ഊർജം എന്ന ടോപ്പിക് എപ്പോഴും, ഊർജം ഒരു വലിയ ടോപ്പിക്കാണ്. അതിനെല്ലാം കൂടി നമ്മൾ എടുത്ത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോണത് അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം. കാറ്ററ്റ് EVS എക്സാംസ് അല്ലെങ്കിൽ K1 എക്സാംസിന് ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഒരു 90% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം, ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം തെർമോമീറ്റർ ആണോ, ബാരോമീറ്റർ ആണോ, അൾട്ടിമീറ്റർ ആണോ, മാനോമീറ്റർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അന്തരീക്ഷ മർദ്ദം അളക്കുന്നത് എന്താണ്? ബാരോമീറ്റർ ആണ് കേട്ടോ, ബാരോമീറ്റർ ആണ്. അപ്പൊ ഉപകരണങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുക കേട്ടോ. അപ്പൊ ഉപകരണങ്ങൾ, ഓരോന്നും അളക്കുന്ന ഉപകരണങ്ങളെ കുറിച്ചൊക്കെ ഉള്ളത് നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം. അതും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് എന്താണ്? ബാരോമീറ്റർ ആണ് കേട്ടോ. അടുത്ത നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. CCയുടെ കാറ്ററ്റ് എക്സാംസിലൂടെ ഒരുപാട് പേര് വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് LPS UPS എഴുതാനുള്ള അവസരത്തിലേക്ക് അവർ എത്രയും വേഗത്തിൽ എത്തിയിട്ടുണ്ട്. വളരെ നാളുകൾക്ക് ശേഷം കാറ്ററ്റ് എഴുതി ജയിച്ചവരുണ്ട്. അപ്പോൾ കാറ്ററ്റ് എക്സാംസ് എന്ന് പറയുമ്പോൾ CC നിങ്ങളോടൊപ്പമുണ്ട്. K1 K2 K3 K4 ഈ 4 കാറ്റഗറിയിലും കോഴ്സുകളുമായിട്ട് CC നിങ്ങൾക്കൊപ്പം ഉണ്ട്. അപ്പോൾ കാറ്ററ്റ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോരുത്തരും CCയിലൂടെ വരിക, CCയിലോടൊപ്പം പഠിക്കുക, CCയുടെ ഭാഗമാകുക, കാറ്ററ്റ് നേടിയെടുക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാറ്ററ്റ് പഠനങ്ങൾക്ക് CC എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഇവിടെ ക്ലാസ്സുകൾ, അതായത് ബാച്ച് വൈസ് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പഠനം കൃത്യമായ ദിശയിലേക്ക് എത്തിക്കാനായിട്ട്
സാധിക്കും. തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ലൈവുകളുടെയൊക്കെ ലിങ്കുകൾ കിടക്കുന്നുണ്ട്. ഇതിലൊക്കെ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് CC പഠിച്ച് കേട്ടിട്ട് നേടാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ നമ്പറുണ്ട്, 8589083568 എന്ന നമ്പറുണ്ട്, അതിലേക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളായി മാറ്റുന്ന ഉപകരണം ഏതാണ്? ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് ചോദിച്ചിരിക്കുന്നത്. ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്നത് എന്താണ്? ഏതാത്? നമ്മൾ വർത്താനം പറയുമ്പോൾ അത് വൈദ്യുത സ്പന്ദനങ്ങളാക്കുന്നത് ആരാണ്? മൈക്രോഫോൺ ആണ്, അല്ലേ? അതും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. മൈക്രോഫോൺ, ഡൈനാമോ, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? മൈക്രോഫോൺ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ചിലപ്പോൾ ഈസിയാണ്, പക്ഷേ എങ്കിലും നമ്മൾ മറന്നു പോകാതെ എല്ലാം എടുത്തു വെച്ച് നമ്മൾ, അതായത് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ലാസ്റ്റ് ടോപ്പിക്കിനെ നമ്മൾ വളരെ ലഘൂകരിച്ച് പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നിടത്താണ് നമ്മുടെ വിജയം. ഓക്കെ, അപ്പോൾ ശബ്ദതരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ. അടുത്തത്, ഭൗതിക വസ്തുക്കൾക്ക് കമ്പനം ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ഊർജം. ഭൗതിക വസ്തുക്കൾക്ക് കമ്പനം ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ഊർജം ഏതാണ്? ഊർജവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു പല തരത്തിലേക്ക് നമുക്കതിനെ, അല്ലേ, ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഊർജത്തിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഭൗതിക വസ്തുക്കൾക്ക് കമ്പനം ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ഊർജം ഏതാണ്? ശബ്ദോർജമാണ്. ശബ്ദോർജമാണ് ഭൗതിക വസ്തുക്കൾക്ക് കമ്പനം ഉണ്ടാകുമ്പോൾ, അല്ലേ, വൈബ്രേഷൻ നടക്കുമ്പോൾ, ഭൗതിക വസ്തുക്കൾക്ക് വൈബ്രേഷൻ നടക്കുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഊർജം ഏതാണ്? ശബ്ദോർജമാണ് കേട്ടോ, ശബ്ദോർജമാണ്. അപ്പോൾ ഊർജവുമായി ബന്ധപ്പെട്ടും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞെടുത്തുനിന്ന് വേറെ തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഊർജം എന്ന് പറയുന്നതും പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അതിനെ കൃത്യതയോടുകൂടി തന്നെ നമ്മൾ പഠിക്കുക. ഓക്കെ, അടുത്തത്, വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണങ്ങൾ ഏതാണ്? വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണങ്ങള് ഇൻഫ്രാസോണിക് കിരണങ്ങള്, അൾട്രാസോണിക് കിരണങ്ങള്, അൾട്രാ വയലറ്റ് കിരണങ്ങള്, ഇൻഫ്രാറെഡ് കിരണങ്ങള്. ഇതിലേതാണ് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കാൻ, ഡിസ്റ്റന്റ് ഒബ്ജക്ട്സിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഏതാണെന്നാ ചോദിച്ചിരിക്കണേ? ഇൻഫ്രാസോണിക് ആണോ, അൾട്രാസോണിക് ആണോ, അൾട്രാ വയലറ്റ് ആണോ, ഇൻഫ്രാ റെഡ് ആണോ, ഇൻഫ്രാ റെഡ് കിരണങ്ങളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഇൻഫ്രാ റെഡ് കിരണങ്ങളാണ് കേട്ടോ. ഇൻഫ്രാ റെഡ് കിരണങ്ങളാണ്. ഈ ഇൻഫ്രാ റെഡ് കിരണങ്ങളെ കുറിച്ചും അൾട്രാസോണിക് കിരണങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ അൾട്രാ വയലറ്റ് കിരണങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് EVS ലെവലാണ് എന്ന് വിചാരിച്ച് പഠിക്കാതെ പോകരുത്. അവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഈ ഭാഗങ്ങൾ കൂടി നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. പ്രകാശത്തെ പറ്റി പഠിക്കുമ്പോൾ ഈ അത്യാവശ്യം ഇൻഫ്രാ റെഡ് കിരണങ്ങളുടെ ഉപയോഗങ്ങൾ, അതുപോലെ അൾട്രാസോണിക്കിൻ്റെ ഉപയോഗങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇൻഫ്രാറെഡ് കിരണങ്ങളാണ് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പ്രകാശ കിരണങ്ങൾ. ഓക്കെ, അടുത്തത്, നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തിന് നമ്മൾ എന്താ വിളിക്കുക? നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം. അപ്പൊ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രവേഗം എന്ന് വിളിക്കുന്നത്, അല്ലെ? യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം എന്ന് പറയുന്നത്. വെലോസിറ്റി, അല്ലെ? വെലോസിറ്റി അഥവാ പ്രവേഗം എന്ന് പറഞ്ഞാല് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം, അല്ലെങ്കിൽ പ്രവേഗം ഇസ് ഈക്വൽ ടു സ്ഥാനാന്തരം ബൈ സമയം. സ്ഥാനാന്തരം ബൈ സമയം. അപ്പൊ നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രവേഗം അഥവാ വെലോസിറ്റി എന്ന് പറയുന്നത്. വേഗം, പ്രവേഗം എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു ഭാഗമാണ്. വേഗം, പ്രവേഗം. എന്താണ് വേഗം, എന്താണ് പ്രവേഗം? നമുക്കൊന്ന് എളുപ്പത്തിൽ നോക്കിയിട്ട് പോകാം. എന്താണ് വേഗം എന്ന് പറഞ്ഞാല് യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേഗം എന്ന് വിളിക്കുന്നത്. യൂണിറ്റ് സമയത്ത് സഞ്ചരിച്ച ദൂരമാണ്, യൂണിറ്റ് സമയത്തിൽ
സഞ്ചരിച്ച ദൂരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വേഗം എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരമാണ് വേഗം എന്ന് പറയുന്നത്. എന്താണ് പ്രവേഗം എന്ന് പറഞ്ഞാല്? പ്രവേഗം എന്താണ്? യൂണിറ്റ് സമയത്തിൽ ഉണ്ടായ സ്ഥാനാന്തരത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രവേഗം. ഇവിടെ യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ് കേട്ടോ. യൂണിറ്റ് സമയത്തിലെ സ്ഥാനാന്തരത്തിനെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരത്തിനെയാണ് നമ്മൾ വേഗം എന്ന് പറയുന്നത്. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് അറിഞ്ഞിരിക്കുക. യൂണിറ്റ് സമയത്തിൽ സഞ്ചരിച്ച ദൂരമാണ് വേഗം, യൂണിറ്റ് സമയത്തിലെ സ്ഥാനാന്തരത്തിനെയാണ് നമ്മൾ പ്രവേഗം എന്ന് പറയുന്നത്. ഇനി വേഗത അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു അദിശ അളവാണ്. എന്താണ്? അദിശ അളവാണ്. എന്നാൽ പ്രവേഗം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ്. എന്താണ് സദിശ അളവും അദിശ അളവും? സദിശ, ദിശയോട് കൂടി, അല്ലേ? അതായത് പരിണാമത്തോടൊപ്പം ദിശ കൂടി ചേർത്ത് പറയുന്നതാണ്. പരിണാമത്തോടൊപ്പം ദിശ കൂടി ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സദിശ അളവെന്ന് പറയുന്നത്. അതായത് വെക്ടർ ക്വാണ്ടിറ്റി. അപ്പൊ വെക്ടർ ക്വാണ്ടിറ്റി എന്താണ്? പരിണാമം, മാഗ്നിറ്റ്യൂഡിനൊപ്പം എന്തുകൂടി പറയുന്നുണ്ട്? ദിശ കൂടി, ഡയറക്ഷൻ, വിത്ത് ഡയറക്ഷനോടുകൂടി പറയുമ്പോഴാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സദിശ അഥവാ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്രവേഗം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ദിശയ്ക്ക് പ്രാധാന്യമുണ്ട്, ദിശ കൂടി പറയുന്നുണ്ട്. എന്നാൽ വേഗത എന്ന് പറയുന്നത് ദിശയ്ക്ക് പ്രാധാന്യമില്ല, ആ ദിശ അളവാണ്. പരിണാമത്തിന് മാത്രമേ പ്രാധാന്യമുള്ളൂ. ഓക്കെ, അപ്പൊ വേഗത എന്ന് പറയുന്നത് ഒരു അദിശ, അതായത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ പ്രവേഗം എന്ന് പറയുന്നത് സദിശ അളവാണ്, അതായത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ് സദിശ അദിശ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്? വെക്ടർ ക്വാണ്ടിറ്റിയും സ്കെയിലാർ ക്വാണ്ടിറ്റിയുമാണ് സദിശ അദിശ. ഇതും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ ആരൊക്കെയാണ് സദിശ അളവിൽ വരുന്നത്, ആരൊക്കെയാണ് അദിശ അളവിൽ വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കുക. അപ്പൊ ഇവിടെ വരുമ്പോൾ പ്രവേഗം എന്ന് പറയുന്നത് സദിശ അളവാണ്. അവിടെ പരിണാമത്തോടൊപ്പം മാഗ്നിറ്റ്യൂഡിനോടൊപ്പം തന്നെ നമ്മൾ ഡയറക്ഷനും കൂടി പറയുന്നുണ്ട്. എന്നാൽ വേഗത എന്ന് പറയുന്നത് എന്താണ്? അതിശയാണ്, അതായത് സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. അവിടെ ഡയറക്ഷന് പ്രാധാന്യമില്ല, മാഗ്നിറ്റ്യൂഡിന് മാത്രമാണ് പ്രാധാന്യമുള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അടുത്തത് ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ചോദിച്ചിട്ടുണ്ട്. ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം അപ്പൂപ്പൻ താടി, പ്ലാവ്, കാശിത്തുമ്പ, തെങ്ങ്. ഇതിലേതാണ് ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം? അപ്പൂപ്പൻ താടി, പ്ലാവ്, കാശിത്തുമ്പ, തെങ്ങ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എപ്പോഴും വിത്ത് വിതരണവുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചോദിക്കുന്നതാണ്, വിത്ത് വിതരണവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യം ഏതാണ്? തെങ്ങാണ് കേട്ടോ. കാശിത്തുമ്പ എങ്ങനെയാണ്? പൊട്ടിത്തെറിച്ചാണ് വിത്ത് വിതരണം നടത്തുന്നത്. കാശിത്തുമ്പ പൊട്ടിത്തെറിച്ച്, അല്ലേ? കാശിത്തുമ്പ പൊട്ടിത്തെറിച്ച്, വെണ്ട, കാശിത്തുമ്പയൊക്കെ പൊട്ടിത്തെറിച്ചാണ് വിത്ത് വിതരണം നടത്തുന്നത്. പ്ലാവ് മൃഗങ്ങളിലൂടെയൊക്കെയാണ്, അല്ലെ? മൃഗങ്ങളൊക്കെയാണ് മനുഷ്യരുൾപ്പെടെയൊക്കെയാണ് അതിന്റെ തിന്നിട്ട കുരുവൊക്കെ കൊണ്ട് നടന്ന് അങ്ങനെയൊക്കെ. അപ്പൂപ്പൻ താടി എങ്ങനെയാണ്? കാറ്റിലൂടെയാണ്, അല്ലെ? അപ്പൂപ്പൻ താടി എങ്ങനെയാണ്? കാറ്റിലൂടെയാണ് വിത്ത് വിതരണം നടത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള വിത്ത് വിതരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ് കേട്ടോ. അപ്പൊ ജലം വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യമാണ് എന്ത്? തെങ്ങ്. അടുത്തത് തെറ്റായ ജോഡി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മത്സ്യകൃഷി പിസിക്കൾച്ചർ, തേനീച്ച കൃഷി വെർമിക്കൾച്ചർ, മുന്തിരി കൃഷി വിറ്റിക്കൾച്ചർ, മുയൽ വളർത്തൽ ക്യൂണിക്കൾച്ചർ. ഇതിലേതാണ് തെറ്റായത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മത്സ്യകൃഷി പിസിക്കൾച്ചർ നമുക്കറിയാം. മത്സ്യകൃഷി പിസിക്കൾച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെ? ശാസ്ത്രീയമായിട്ട് മത്സ്യങ്ങളെ വളർത്തുന്നതിനെ പിസിക്കൾച്ചർ എന്നാണ് പറയുക. തേനീച്ച കൃഷി വെർമി കൾച്ചർ ആണോ? വെർമി തേനീച്ചയാണോ? അല്ല. തേനീച്ച കൃഷിക്ക് നമ്മൾ എന്താ പറയാ? എപ്പിക്കൾച്ചർ ആണ്, അല്ലേ? എപ്പിക്കൾച്ചർ ആണ് തേനീച്ച കൃഷി. എപ്പിക്കൾച്ചർ ആണ് തേനീച്ച കൃഷി. മുന്തിരി കൃഷി വിറ്റിക്കൾച്ചർ തന്നെയാണ്. മുന്തിരി കൃഷിക്ക് നമ്മൾ എന്താ പറയാ? വിറ്റിക്കൾച്ചർ ആണ്. മുയൽ വളർത്തലിന് നമ്മൾ എന്താ പറയാ? ട്യൂണിക്കൾച്ചർ ആണ്. ട്യൂണിക്കൾച്ചർ തന്നെയാണ് മുയൽ വളർത്തലിന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് പല തരത്തിൽ ചോദിക്കാം. ഇതുപോലെ മാച്ച് ദ ഫോളോയിങ് പോലെ തന്നെ ചോദിക്കാം, നേരിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പൊ വിവിധ തരത്തിലുള്ള കൃഷി രീതികൾ, മത്സ്യകൃഷി, പിസിക്കൾച്ചർ, തേനീച്ച കൃഷി എന്താണ്? എപ്പിക്കൾച്ചർ. അപ്പോൾ തെറ്റായ ജോഡി ഏതാണെന്ന് നമ്മളോട് ചോദിച്ചേക്കണം. തെറ്റായ ജോഡി ഏതാണെന്ന് ചോദിച്ചത് കൊണ്ട് നമ്മുടെ ഉത്തരം ഇതാണ് കേട്ടോ. ഇവിടെ തേനീച്ച കൃഷി വെർമി കൾച്ചർ അല്ല,
എപ്പിക്കൾച്ചർ ആണ് കേട്ടോ. എപ്പിക്കൾച്ചർ തേനീച്ച കൃഷി. കൾച്ചർ. ഓക്കെ. മുന്തിരി കൃഷി എന്താണ്? വിറ്റിക്കൾച്ചർ ആണ്. മുയൽ വളർത്തല് ക്യൂണിക്കൾച്ചർ ആണ്. പട്ടുനൂൽ പുഴുവിനെ വളർത്തിയ പട്ടുനൂലുമായിട്ട് ബന്ധപ്പെട്ടത് സെറികൾച്ചർ ആണ്. അത്തരത്തിലുള്ളത് പഴം പച്ചക്കറിയൊക്കെ അത് ഹോർട്ടിക്കൾച്ചർ ആണ്. അപ്പൊ അതെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് കേട്ടോ. അടുത്തത് ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങളുടെ തെറ്റായ ജോഡി ഏത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. കൺഫ്യൂഷനാണ് പരീക്ഷ സമയത്ത് ഇരിക്കുമ്പോൾ. ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങളുടെ തെറ്റായ ജോഡി. നമുക്കറിയാം രോഗകാരികളിലെ ക്വസ്റ്റ്യൻ ഇല്ലാതെ കേറ്ററ്റ് 1 ആയാലും കേറ്ററ്റ് 2 ആണെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. എന്തൊക്കെ പറഞ്ഞാലും രോഗകാരികൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രോഗകാരികള് കൊതുകൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പം അത് എത്രത്തോളം എളുപ്പമാവാം എന്നുള്ളതിനുപരി അതിൽ നിന്ന് എങ്ങനെയൊക്കെ കൊനസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പലതരത്തിലും നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് വരാം. ഓക്കെ. അപ്പോൾ ഷഡ്പദങ്ങൾ പരത്തുന്ന രോഗങ്ങളുടെ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. സിക്ക എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്തി പരത്തുന്നു എന്ന് പറയുന്നുണ്ട്. ശരിയല്ലേ? സിക്ക വൈറസ് പരത്തുന്നത് ആരാണ്? ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് കേട്ടോ. ഈഡിസ് ഈജിപ്തി കൊതുകുകളാണ് സിക്ക വൈറസ് പരത്തുന്നത്. ഓക്കെ. അടുത്തത് പ്ലേഗ്. പ്ലേഗ് ആരാണ് പരത്തുന്നത്? എലിച്ചെള്ളാണ്. നമുക്കറിയാം. അത് ശരിയായ പ്രസ്താവനയാണ്. മന്ത് അനോഫിലിസ് പെൺകൊതുകുകൾ ആണോ? മന്ത് പരത്തുന്നത് അനോഫിലിസ് പെൺകൊതുകുകളാണോ? അല്ല. ആരാണ്? ക്യൂലിസ് പെൺകൊതുകുകളാണ് അല്ലെ. ക്യൂലിക്സ് പെൺകൊതുകുകളാണ് എന്ത് പരത്തുന്നത്? മന്ത് പരത്തുന്നത്. ശരിയല്ലേ? അതൊരു തെറ്റായ പ്രസ്താവനയാണ്. അടുത്തത് ടൈഫസ് പരത്തുന്നത് പേൻ ചെള്ളാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്. ടൈഫസ് എന്ന രോഗം പേനും ചെള്ളും ഒക്കെ പരത്തുന്ന രോഗമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. പരത്തുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം വരാം. ഇവിടെ തെറ്റായ പ്രസ്താവന മന്ത് പരത്തുന്നത് ക്യൂലിക്സ് പെൺകൊതുകുകളാണ് കേട്ടോ. മന്ത് പരത്തുന്നത് ക്യൂലിക്സ് പെൺകൊതുകുകളാണ്. ഓക്കെ. അടുത്തത് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വിറ്റാമിനുകളിൽ നിന്നും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകും. പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ടോപ്പിക്സ് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ടോപ്പിക്സിൽ നിന്ന് ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പൊ നോക്കാം. മുറിവുണ്ടാകുമ്പോൾ കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ നമുക്കറിയാം. വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ കെ ആണ്. അതിനുള്ള ധാതു ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? കാൽഷ്യം. രക്തം കട്ടപിടിക്കലുമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ധാതു ഏതാണ്? കാൽസ്യം ആണ് അല്ലെ. കാൽസ്യവും വിറ്റാമിൻ കെയുമാണ് ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരു പ്രോട്ടീനാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കാൽസ്യവും വിറ്റാമിൻ കെയുമാണ് രക്തം കട്ടപിടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര്. ഓക്കെ അല്ലേ? അപ്പൊ അത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അത് ചോദിക്കാറുണ്ട്. കാൽസ്യമാണ് കട്ടപിടിക്കാൻ സഹായിക്കുന്ന ധാതു. പിന്നെ അടുത്തത് വിറ്റാമിൻ കെ ആണ് അതിന് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. ഓക്കെ. വിറ്റാമിൻ ബി എല്ലാവർക്കും അറിയാം. വിറ്റാമിൻ സി അറിയാം. വിറ്റാമിൻ എ അറിയാം അല്ലെ. കണ്ണുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കണ്ണ് രോഗങ്ങളായിട്ടാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. വൈറ്റമിൻ സി എന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പാണ്. അപ്പൊ കാഡറ്റ് എക്സാംസ് തയ്യാറെടുക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഈ ടോപ്പിക്സ് കൂടുതലായിട്ട് പഠിച്ച് ഈ ടോപ്പിക്സിൽ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പാകത്തിന് നമ്മൾ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പഠനം നല്ല രീതിയിലായി എന്ന് വിചാരിക്കാം. അത്തരത്തിലുള്ള ക്ലാസ്സുകളുമായിട്ടാണ് CC പോകുന്നത്. അപ്പം നിങ്ങളുടെ പഠിത്തം നല്ല രീതിയിലാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഈ സിലബസിലെ ഈ ടോപ്പിക്സ് ഒക്കെ പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും റിവൈസ് ചെയ്യുക. ഓക്കെ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാറ്ററ്റ് 1, 2, 3, 4 സ്പെഷ്യൽ മെന്റർഷിപ്പ് ക്ലാസ്സസോടുകൂടി സ്പെഷ്യൽ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ സപ്പോർട്ടുമായിട്ട് CC പുതിയ ബാച്ചുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ടീച്ചർ എന്ന ലക്ഷ്യം നേടാം CCയോടൊപ്പം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാവരും അതിലൂടെ പറഞ്ഞു തരും. അപ്പോൾ പഠനം ശരിയായ ദിശയിൽ പോവുക. കാറ്ററ്റ് എത്രയും വേഗത്തിൽ എഴുതിയെടുക്കുക. എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത വീണ്ടും ഒരു ക്ലാസ്സിലൂടെ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.